സലീം കുമാർ മാർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ സിനിമാ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത് വയലൻസ് ആണ്. അതായത് വയലൻസ് ഉള്ള സിനിമകളൊക്കെ ഭയങ്കര വലിയ രീതിയിൽ തന്നെ ഹിറ്റാകുന്നുണ്ട്. ആനിമലാണെങ്കിലും പുഷ്പയാണെങ്കിലും അതുപോലെ തന്നെ മാർക്കോ, കില്ല് തുടങ്ങിയ സിനിമകളൊക്കെ വലിയ രീതിയിൽ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാമർശം നമ്മുടെ സലീം കുമാർ നടത്തിയിരിക്കുകയാണ്. എന്തായാലും മാർക്കോ, കിൽ അങ്ങനെയൊന്നും അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് അദ്ദേഹം ഇതൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഓഡിയൻസിന് അല്ലെങ്കിൽ ആരാധകർക്ക്, സിനിമാ പ്രേമികൾക്ക് എന്ത് പറ്റിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള സിനിമകൾ കാണാനാണോ സിനിമാ പ്രേമികൾക്ക് ഇഷ്ടം? അതായത് കുത്തും കൊലയും ഇതൊക്കെയുള്ള സിനിമകൾ കാണാനാണോ ആളുകൾക്ക് ഇഷ്ടം? എനിക്ക് എന്താ പറയുക, കോമഡി പടങ്ങൾ കാണാനാണ് കൂടുതൽ ഇഷ്ടം. നല്ലൊരു കോമഡി പടം കണ്ടിട്ട് എത്രയോ നാളായി, നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന പടങ്ങൾ കണ്ടിട്ട് എത്രയോ നാളായി എന്നാണ് ഇപ്പോൾ സലീം കുമാർ ചോദിച്ചത്. സത്യമാണ്, കോമഡി പടങ്ങളൊക്കെ വളരെയധികം കുറവാണ്. ഇങ്ങനത്തെയുള്ള റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത, തിയേറ്ററിൽ വരും, കുറച്ച് BGM കയറ്റും, വലിയ രീതിയിൽ ഹിറ്റാവും. ബട്ട് റിപ്പീറ്റ് വാല്യൂ ഒട്ടും ഇല്ലാത്ത പടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ സിനിമകൾ നിങ്ങൾ നോക്കുക, റിപ്പീറ്റ് വാല്യൂ ഭയങ്കര കൂടുതലാണ്. അന്നത്തെ ആ ഒരു കോമഡി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കോമഡികളാണ്. സോ എന്തായാലും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ സിനിമകളുടെ എന്ന് പറയുന്നത് എന്തായാലും കൂടുതൽ കോമഡി. ഞാൻ ഏറ്റവും അവസാനം തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ച മൂവി എന്ന് പറയുന്നത് നമ്മുടെ അടികപ്പയാരെ കൂട്ടമണിയാണ്. അവസാനം വരെ ചിരിച്ച മൂവി. ഇടയ്ക്കിടയ്ക്ക് കോമഡി വരുന്ന മൂവികളുണ്ട്, ബട്ട് എൻ ടു എൻ ചിരിച്ച മൂവിയൊക്കെ എന്ന് പറയുന്നതൊക്കെയാണ്. സോ അതുപോലത്തെ പടങ്ങളൊക്കെ ഇനിയും വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റീൽസിൽ മാത്രം എന്താ പറയുക, കോമഡികൾ ഒതുങ്ങിയാൽ പോരാ, റിയൽ ലൈഫിലല്ലല്ലോ, നമ്മുടെ സിനിമകളിലും അതൊക്കെ വരണം. സോ എന്തായാലും വയലൻസ് കുറച്ചാണ് മാറ്റിയിറത്തത്. ഇനിയും കോമഡി പടങ്ങളൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എന്തായാലും സലീം കുമാർ പറഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.